ഹായ് ഗായ്സ്. ഇപ്പം ഞാൻ വന്നത് ഇന്ന് പുതിയ സാധനങ്ങളൊന്നും ഉണ്ടാക്കിക്കൊണ്ടല്ല, നിങ്ങളെ ഒരു സാധനം കാണിക്കുന്നതാണ്. പക്ഷേ ഭയങ്കര കിളികളെയൊക്കെ ഈ കടലക്കിളിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ വന്നിരുന്നു അവർക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര അലപ്പായിരുന്നു. പിന്നെ നമ്മുടെ വാതൊക്കെ റോഡാണ്. ഇപ്പോൾ റോഡായതുകൊണ്ട് എപ്പോഴും വണ്ടി വരും. അതിൻ്റെ സൗണ്ട് എല്ലാവരും അതാ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നു. പറയാൻ വന്ന കേട്ടുമല്ലോ. നാടെ എനിക്ക് വീഡിയോ പിടിച്ചതൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ് ഇതുപോലൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇതിൽ ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. അപ്പം എൻ്റെ ചേച്ചിയുടെ മോളെ കുഞ്ഞാവെ കാണാൻ നിങ്ങളൊക്കെ അനിയനെ പോലെ കാണുന്ന ഒരാളിവിടെ വന്നു. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞപ്പം ഇത് ആരും കണ്ടിട്ടൊന്നുമില്ല ചേച്ചി എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വരുന്നവരൊക്കെ കാണും, അല്ലാതെ പുറത്തുനിന്ന് ആരും അങ്ങനെ വന്ന് കാണത്തില്ല, കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ ആരും കാണാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഞാൻ അതിനകത്തെല്ലാം ഇടുന്നുണ്ടല്ലോ. പക്ഷെ അത് അങ്ങോട്ട് ശരിയാകുന്നില്ല, ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ ശരിയാകും, വിഷമിക്കണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് അത് വെളിയിലോട്ട് പോയി. എന്തിനാണെന്ന് അത് വെളിയിലോട്ട് പോയിട്ട് വന്നപ്പം വേണ്ട ഇതുപോലൊരു സാധനം കൊണ്ട് തന്നു. ചേച്ചി ഇനി ഇതിൽ വെച്ച് വീഡിയോ പിടിച്ചാൽ മതി. എൻ്റെ പേര് സജീന. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് വിഷമം തോന്നി. കാരണം എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് ഒരു സാധനമില്ല. ഇതുപോലത്തെ ഞാൻ ഫോണിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്, അന്നേരമൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലൊരു സാധനം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വെച്ചിരുന്ന് വീഡിയോ ഒക്കെ പിടിക്കാമായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ കരുതിയായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് കിട്ടിയില്ല. എനിക്കത് കൊണ്ടു തന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഞാൻ അന്നേരം മുതൽ ഞാൻ വിചാരിക്കുകയാണ് ഇത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ. എനിക്കൊരുപാട് സന്തോഷവും ഒരുപാട് ഇഷ്ടവും തോന്നി, ഒരുപാട് സങ്കടവും തോന്നി. എനിക്ക് ഇതുപോലൊരു സാധനം ഞാൻ ചെയ്തുകൊണ്ടിരുന്നിടത്ത് എനിക്കിങ്ങനത്തെ ഒരു സാധനം കിട്ടിയല്ലോ. ഇങ്ങനെ ഒരാൾ ഞാനിത് തുടങ്ങി, ഈ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സമ്മാനമാണിത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ സജി ഒരുപാട് സന്തോഷം. എനിക്ക് അന്നേരം സജിയോടൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. കാരണം എൻ്റെ മനസ്സിൽ നിറയെ സന്തോഷം തോന്നി, സങ്കടം തോന്നി. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധനം എനിക്ക് സജി തന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് കിട്ടിയപ്പം പോലെ ഞാൻ വിചാരിക്കുകയാണ് ഇത് വെച്ച് ഒരു വീഡിയോ പിടിക്കണം എന്നൊക്കെ. എന്നിട്ട് ഈ വീഡിയോയിലൂടെ തന്നെ എനിക്ക് സജിയോട് എൻ്റെ താങ്ക്സ് അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.